ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഈ വരുന്ന പബ്ലിക് എക്സാമിന് 4 മാർക്ക് മിനിമം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അതായത് സംടൈംസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും 6 മാർക്കിനായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിനായിരിക്കും. ബട്ട് എന്തൊക്കെ സംഭവിച്ചാലും 100% ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും ഏതാണെന്നല്ലേ, റീവാലുവേഷൻ അക്കൗണ്ട്. വളരെ എളുപ്പത്തിലുള്ള ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്ന കാര്യം നമുക്ക് പഠിച്ചാലോ. എങ്കിൽ അടിച്ചു കയറി പോരും മക്കളെ. ഇതാ പഠിച്ചോ, ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ? സോ ഇതാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനുള്ള റീവാലുവേഷൻ അക്കൗണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ അറിയാമോ? റീവാലുവേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ സൈഡ്, അതായത് ലാഭത്തിന്റെ സൈഡാണ്. എന്നാൽ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലോസ്, നഷ്ടത്തിന്റെ സൈഡുമാണ്. പറഞ്ഞ കാര്യം ഓക്കെ ആണ്. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ലോസിന്റെ സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് സൈഡാണ്. അപ്പൊ എന്താണ് ഈ പ്രോഫിറ്റും ലോസും? ഇമാജിൻ, വിചാരിക്കാം എന്റെ ഫോൺ. ഓക്കെ, ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ട് ഒരു വർഷമായി. പറഞ്ഞാണെങ്കിൽ ഇമാജിൻ, വിചാരിക്കും ഒരു വർഷമായി ഞാൻ ഈ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട്. ഓക്കെ അല്ലേ, ഞാൻ 1 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ വാങ്ങിയതെന്ന് വിചാരിക്കുക. പറഞ്ഞാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കാണ് ഫോൺ വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വില എത്രയേ ഉള്ളൂ? 80,000 രൂപയേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഇവിടെ അസറ്റിന്റെ വില കുറഞ്ഞു, മൊബൈൽ ഫോണിന്റെ വില കുറഞ്ഞു. ഉറപ്പല്ലേ? മനസ്സിലായി നിങ്ങൾക്ക്? മൊബൈൽ ഫോണിന്റെ വില എന്ത് ചെയ്തു? കുറഞ്ഞു. പറഞ്ഞ കാര്യം സെറ്റ്, എല്ലാവർക്കും ക്ലിയർ ആണ്. എങ്കിൽ എത്ര രൂപ കുറഞ്ഞു? 20,000. ഇതെനിക്ക് ലാഭമാണോ നഷ്ടമാണോ? അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു, നഷ്ടമല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റീവാലുവേഷന്റെ ലോസിന്റെ സൈഡിൽ എഴുതി വെക്കും. എത്ര? 20,000. ഇത് മനസ്സിലായോ? നേരെ മറിച്ച് ഇത് വിചാരിക്കുക, സൈലത്തിന്റെ ബിൽഡിംഗ് ആണ്. ഓക്കെ അല്ലേ? ഈ ബിൽഡിംഗ് 10 ലക്ഷം രൂപക്കാണ് സൈലം വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് 15 ലക്ഷം രൂപ വിലയുണ്ട്. മക്കളെ, എന്ത് സംഭവിച്ചു? 5 ലക്ഷം രൂപ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് മനസ്സിലായോടാ മക്കളെ? സെറ്റ് അല്ലേ? എങ്കിൽ 5 ലക്ഷം കൂടിയില്ലേ? അങ്ങനെയാണ് ലാഭമല്ലേ? അപ്പൊ നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യും, നേരെ റീവാലുവേഷൻ പ്രോഫിറ്റിന്റെ സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് മനസ്സിലായോ? സോ ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡ് ഇസ് മീൻസ് ലോസിന്റെ സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡ് മീൻസ് പ്രോഫിറ്റിന്റെ സൈഡ് എന്നും പറയുന്ന റീസൺ അതാ. സെറ്റ്. എങ്കിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഈ ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്ത ഐറ്റത്തിനെ നമുക്ക് എന്തുള്ളത് ആവശ്യമുള്ളത്? എങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ ഐറ്റത്തെ നമുക്ക് എന്തുള്ളത് ആവശ്യമുള്ളത്? അവിടെയാണ് എന്ത് ചെയ്യുക, വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ചേഞ്ച് ചെയ്തിട്ടില്ലേ എന്ന കാര്യമൊക്കെ പറയാം. നമുക്ക് നോക്കാം. സ്റ്റോക്ക് റീവാല്യൂ ₹20,000. മക്കളെ, സ്റ്റോക്കിന്റെ പഴയ വില എത്രയാ? ബാലൻസ് ഷീറ്റിൽ പഴയ വില കൊടുത്തിട്ടുണ്ട്. എത്രയാ? 15 പഴയ വില. പുതിയ വില എത്രയാ? 20,000. വാല്യൂ കൂടിയോ കുറഞ്ഞോ? കൂടി. സ്റ്റോക്ക്, പഴയ സ്റ്റോക്ക് 15 റുപ്യ പണ്ടത്തെ വില, ഇപ്പൊ 20,000 ലാഭമല്ലേ? അപ്പൊ നമ്മൾ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യും. നേരെ റീവാലുവേഷൻ ചാടി പോയി റെക്കോർഡ് ചെയ്യും അല്ലേ? നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് സ്റ്റോക്ക് 5,000. അയ്യോ, സെറ്റ്, റൈറ്റ്? എങ്കിൽ രണ്ടാമത്തെ ഐറ്റം, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വാസ് ക്രിയേറ്റഡ് 500. എന്താണ് ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാക്കടെന്ന് പറയാം. അപ്പൊ ഇമാജിൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നിങ്ങൾ വിചാരിക്കാം, നിങ്ങൾക്ക് ഞാൻ ഒരു 10,000 തരാനുണ്ട്. വിചാരിച്ചോ, 10,000 തരാനുണ്ട്. ഞാൻ തരാനില്ല, പക്ഷെ നിങ്ങൾ വിചാരിക്കും 10,000 തരാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നാണ്, ഈ സാറ് ഒരു 500 റുപ്യ തരോ, അയാൾ പറ്റിക്കോ നിങ്ങൾക്ക് തോന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എന്ത് വിളിക്കുക? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് വിളിക്കുക. ഇത് പറഞ്ഞാൽ ക്ലിയർ, സംശയമുള്ള കടമാണ്. ഓക്കെ, അപ്പം ഈ 500 രൂപ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ കിട്ടോ? ഇല്ല, കിട്ടൂല എന്ന് പറഞ്ഞാൽ കാണിക്കാം. ഈ പൈസ, ഈ 500 റുപ്യ കിട്ടൂല എന്ന് പറഞ്ഞാൽ കാണിക്കാം. പറയും, ലാഭമാണോ നഷ്ടമാണോ? അതാണ് ലോസ്. കറക്റ്റ് അല്ലേ? അപ്പൊ അവിടേക്ക് റെക്കോർഡ് ചെയ്യും. ജില്ലാക്കി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്നാ പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? പ്രൊവിഷൻ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. എത്ര? 500 രൂപ. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്തത് രണ്ടാമത്തെ ഐറ്റം ഖത്തം. മൂന്നാമത്തെ ഐറ്റം മക്കളെ, ബിൽഡിംഗ് ഇസ് റീവാല്യൂഡ് ₹45,000. 45,000. മക്കളെ, ബിൽഡിങ്ങിന്റെ പഴയ വില എത്ര? 35,000 രൂപയുടെ ബിൽഡിങ്ങിന്റെ വില കൂടി 45,000. ലാഭമല്ലേ? ഹൗ മച്ച്? 10,000 ആണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ റീവാലുവേഷൻ പ്രോഫിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്നാ പറഞ്ഞ റെക്കോർഡ് ചെയ്യുമേ? ബിൽഡിംഗ് എന്ന് പറഞ്ഞ റെക്കോർഡ് ചെയ്യും. ഹൗ മച്ച്? ബിൽഡിങ്ങിന്റെ സ്പെല്ലിംഗ് ഇതല്ല, ബിൽഡിങ്ങിന്റെ സ്പെല്ലിംഗ് ഇതല്ല. ബിൽഡിങ്ങിന്റെ സ്പെല്ലിംഗ് തന്നെ കറക്റ്റ് ആണല്ല. ബിൽഡിംഗ് സ്പെല്ലിംഗ് എത്ര? അല്ല, എമൗണ്ട് എത്ര? 10,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്രയാണ്? 10,000 റുപ്പീസ്. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി എന്താ മക്കളെ? ഡിപ്രീസിയേഷൻ. ഫർണിച്ചർ ഡിപ്രീസിയേറ്റഡ് ബൈ 10%. എന്താണ് ഡിപ്രീസിയേഷൻ? വാല്യൂ കുറയാ അല്ലേ? ഫർണിച്ചറിന്റെ വാല്യൂ എത്ര? 15,000 രൂപയുടെ ഫർണിച്ചർ 10% കുറഞ്ഞു. അതിനർത്ഥം 1,500 രൂപ ഫർണിച്ചറിന്റെ വാല്യൂ കുറഞ്ഞു. ലാഭമോ നഷ്ടമോ? നഷ്ടം അല്ലേ? വാല്യൂ കുറഞ്ഞില്ലേ? അസറ്റിന്റെ വാല്യൂ കുറഞ്ഞില്ലേ? നഷ്ടല്ലേ? ആണ്. അപ്പൊ നമ്മളോട് റെക്കോർഡ് ചെയ്യും. ജില്ലക്ക് നേരെ ലോസിന്റെ സൈഡിലേക്ക് എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യും? ഫേർണിച്ചർ 1,500. ഇനി എങ്ങനെ ബാലൻസ് ചെയ്യാം? 2 സൈഡും കൂട്ടിക്ക്. പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ? 2 സൈഡും കൂട്ടാം. ഇവിടെ നോക്കിയാൽ 15 കിട്ടും. ക്രെഡിറ്റിലേക്ക് നോക്കിയാൽ 15 കിട്ടി. ഡെബിറ്റിലേക്ക് നോക്കിയാൽ 2,000 റുപ്യ കിട്ടും. ആണോ? കറക്റ്റ് അല്ലേ? ഡെബിറ്റ് കൂട്ടി 1,500, 500, 2,000 കിട്ടി. ക്രെഡിറ്റ് കൂട്ടിയാൽ 15 5 10 5 15 കിട്ടി. ഏതാ മക്കളെ? പറഞ്ഞോളി, ഏതാ മക്കളെ ഹയസ്റ്റ് വാല്യൂ?
15. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 15,000 രൂപയെ രണ്ട് സൈഡിലേക്കും റെക്കോർഡ് ചെയ്യും. ഓക്കെ ആണേ, 15,000 രൂപയെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിലേക്ക് നമ്മൾ ജില്ലാക്കി റെക്കോർഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എങ്ങനെയാ ബാലൻസ് ചെയ്യാം? 15,000 മൈനസ് 2,000 എത്ര കിട്ടി? 13,000. ഇതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ക്ലിയർ? ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കാനുള്ളതാ? പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കണം. ഏതാ പാർട്ട്നേഴ്സ്? ഓൾഡ് പാർട്ട്നേഴ്സ്, രാജനും സാജനും. ഏതാ റേഷ്യോ? 3:2. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ടാണെങ്കിൽ ഈ എമൗണ്ടിന് 13,000 രൂപയെ രാജനും സാജനും വീതിച്ചു കൊടുക്കണം. സോ രാജൻസ് ക്യാപിറ്റൽ അതേപോലെ തന്നെ സാജൻസ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും. ഏത് റേഷ്യോയില്? ക്വസ്റ്റ്യന് കൊടുത്ത റേഷ്യോ എത്ര മക്കളെ? 3:2 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 13,000 × 3/5 എത്ര കിട്ടി? 7,800 രൂപ നമ്മൾ രാജേട്ടൻ നമ്മൾ കൊടുക്കണം. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ 13,000 × 2/5 എത്ര? 5,200 രൂപ നമ്മൾ ആർക്കും കൊടുക്കും മക്കളെ? സാജേട്ടനും കൊടുക്കണം. ഭരണകാലം ക്ലിയർ അല്ലേ? സോ രാജൻസ് ക്യാപിറ്റൽ 7,800, സാജൻസ് ക്യാപിറ്റൽ 5,000. ഇതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. സെറ്റ്. ഇത് ഭരണകാലം ക്ലിയർ അല്ലേ? മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? എടാ 4 മാർക്കിന് 100% റീവാലുവേഷനെ കുറിച്ച് ചോദ്യം ചോദിക്കും. സെറ്റ്. പറഞ്ഞ ക്ലിയർ? ഓക്കെ അല്ലേ? സോ മക്കളെ, ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.